നമ്മളെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ PSG വേഴ്സസ് ആസ്റ്റൺ വില്ല സെക്കൻഡ് ലെഗ് നടന്ന മാച്ചാണ്. ഈ കളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഫുട്ബോൾ ലവേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് ഭയങ്കര ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവന്മാരാന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കണ്ടില്ല, എമ്പൂരാൻ ഫിലിം ഇറങ്ങി, അത് കുറേ വിവാദങ്ങളുണ്ടായി, അതൊന്നുമല്ല പറയുന്നത്. പക്ഷെ അതിൻ്റെ ടിക്കറ്റിൻ്റെ ബുക്കിങ് എല്ലാം കുറേ അധികം മുമ്പേ അവർ ചെയ്ത് ചില ആൾക്കാർക്ക് കിട്ടിയില്ല. ഇപ്പം ഞാൻ എമ്പുരാൻ ഫിലിമിൻ്റെ മാത്രമാണ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. പക്ഷേ കുറേയൊക്കെ കിട്ടിയില്ല. ഏകദേശം നമ്മളെ നാട്ടിലെ ഒരു 1000 രൂപയോ മറ്റേ 600 രൂപയോളം കൊടുത്തിട്ട് ബുക്ക് ചെയ്തു. രാത്രി കഷ്ടപ്പെട്ട് ചില ആളുടെ ഫസ്റ്റ് ഷോക്കിൽ രാവിലെ 4 മണിക്കെല്ലാം പോയി, വണ്ടിയെല്ലാം എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് പോലീസ് ചെക്കിങ് ഉണ്ടാവും, രാവിലെ എല്ലാം പോകുമ്പോൾ. പിന്നെ കുറേ പ്രശ്നങ്ങളും അതും ഇതും, ബ്ലാക്കിന് ടിക്കറ്റ് വാങ്ങുന്നത്, അങ്ങനെയെല്ലാം കുറേ പ്രശ്നങ്ങൾ എടുത്തിട്ടാണ് ഓരോ ഫിലിം ലവേഴ്സെല്ലാം ഫിലിം കാണുന്നത്. പക്ഷേ നമ്മൾ ഫുട്ബോൾ ലവേഴ്സിന് എന്താണ് പ്രശ്നം, ഡാറ്റ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു കേബിൾ കണക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് നൈറ്റ്സ് നമുക്ക് അല്ലേ, എന്താണല്ലേ ചാമ്പ്യൻസ് ലീഗ് നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് വേൾഡ് കപ്പിനെക്കാട്ടി ഒരുപാട് മുമ്പിലേക്ക് ചാമ്പ്യൻസ് ലീഗ് നൈറ്റ്സ് എന്തായാലും ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ആക്ച്വലി ബാസിൻ്റെ മാച്ച് കാണാതിരുന്നായിരുന്നു. പിന്നെ എന്താ പറയുക, ബാസ് 4-0 ജയിച്ചല്ലേ ഫസ്റ്റ് ലെഗ്, അതുകൊണ്ട് പിന്നെ കണ്ടില്ല. അവരെത്ര ഡോർട്ട്മുണ്ട് എത്ര കളിച്ചാലും അവർ ഇതിലേക്ക് വരാൻ. പിന്നെ ഇത് കണ്ട് PSG മാച്ച് കണ്ട്. പക്ഷെ മക്കളെ മുതലായിപ്പോയി മാച്ച്. ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ PSG അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്തു. പക്ഷേ ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ ഓൾ അബൌട്ട് ആസ്റ്റൺ വില്ല. അവരെന്താണ് അവർ കാണിച്ച് എന്താണ് ഇംഗ്ലീഷ് ഫുട്ബോൾ എന്താണെന്ന് ശരിക്ക് PSG കാണിച്ചു കൊടുത്തു. ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത്, പ്ലെയേഴ്സിൻ്റെ രീതി, ഇംഗ്ലീഷ് ഫുട്ബോൾ എന്തുകൊണ്ട് ലോകത്ത് ഏറ്റവും അധികം വാച്ച് ചെയ്യപ്പെട്ടെന്നുള്ളതിൻ്റെ ഒരു കാരണം. എനിക്ക് കുറേ കാലം ആസ്റ്റൺ വില്ലയൊന്നും ശരിക്കും ചാമ്പ്യൻസ് ലീഗിലൊന്നും അത്ര ഫെമിലിയർ അല്ല, ചാമ്പ്യൻസ് ലീഗിൽ സംബന്ധിച്ചിടത്തോളം ഫെമിലിയർ അല്ലാത്ത ടീമാണ്. പക്ഷെ ഇന്നലെ അവർ കളിച്ച കളി എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. ഒന്നാമത് അവരുടെ ഫിസിക്കാലിറ്റി, വേഗത എല്ലാം കൊണ്ടും ഒരു യൂറോപ്പിലുള്ള എലൈറ്റ് ടീമാണ് PSG എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഇപ്പോൾ അവരെല്ലാം ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ, സെമി, ഈവൻ ഫൈനലിലെല്ലാം കളിക്കുന്ന ടീമാണ്. പക്ഷെ ഇന്നലെ അവരെ ഔട്ട് ക്ലാസ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ആ മുമ്പിൽ വന്ന 2 ഗോളില്ലായിരുന്നെങ്കിൽ അധികം ഉറപ്പായിട്ടും ആസ്റ്റൺ വില്ല ഇന്നലെ പരിപാടി തീർത്തിട്ടുണ്ടാവുമായിരുന്നു. ഇന്നലെ കളിയിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിലെല്ലാം ഭയങ്കര ഹെവി വാല്യൂ ഉള്ള 2 പ്ലെയേഴ്സാണ്, കുറച്ച് പ്ലെയേഴ്സ് PSG ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ കുറേ മെൻഡസ് ഉണ്ട്, കോച്ചസ്ക് ഉണ്ട്, വിറ്റീന ഉണ്ട്, പിന്നെ അങ്ങനെ പലരും ഉണ്ട്. പിന്നെ മാർക്കിനോസ് കുറച്ച് പ്രായമായെന്ന് തോന്നുന്നു. എന്നാലും കുറേ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അവരെ എസ്പെഷ്യലി 3 പ്ലേയേഴ്സ് ഞാൻ പറയാം. കോച്ചസ്ക, വിറ്റീന, പിന്നെ ഹക്കീമി, പിന്നെ ഒരു പ്ലെയറും കൂടി ഉണ്ടല്ലോ മാർക്കിനസ്. ഈ 4 പ്ലെയേഴ്സിനെയും ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിടത്തോളം ആസ്റ്റൺ വില്ലേൻ്റെ പ്ലെയേഴ്സ് നല്ല ഫിസിക്കലായിട്ട് പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. എന്താ പറയുക, അവരെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തിലും ഇതിലെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു മെഗിന് പോയിട്ട് ഒരു 2ാമത്തെ ഗോൾ അടിച്ചതിന് ശേഷം ഇവനെ ഹക്കീമിനെ പോയിട്ട് നല്ലൊരു ചാർജ് ചെയ്ത് ബോക്സിൽ കയറിയിട്ട്, നമ്മളെ ഇവരെ PSG ബോക്സിൽ കയറിയിട്ട് അതിലെല്ലാം അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കണ്ട്. പിന്നെ ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഫുട്ബോൾ, ഫ്രഞ്ച് ഫുട്ബോൾ, ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ ക്വാളിറ്റിയിൽ ഇന്നലെ നമ്മൾ കണ്ട്. ശരിക്കും ഇന്നലെ 55-ലും 87-ലും ഇന്നലെ ഗോളുകൾ എന്ന് പറഞ്ഞാൽ 3-2 സ്കോർ. ആസ്റ്റൺ വില്ല 3, PSG 2. ഫസ്റ്റ് 10ാമത്തെ മിനിറ്റിൽ ഹക്കീമി എന്ന് അടിച്ച് അതൊരു കൗണ്ടർ അറ്റാക്ക് ഗോളായിരുന്നു. പിന്നെ 2ാമത്തെ ഗോള് 27ാമത്തെ മിനിറ്റിൽ അതും ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. ഡംബലെ ബോൾ കൗണ്ടറിൽ വന്ന ബോൾ ഡംബലെ മറിച്ചിട്ട് നമ്മളെ ഇവനിക്ക് എന്താ പ്ലെയറിന് ഒരു മെൻഡസിന് കൊടുത്തു, മെൻഡസ് സ്കോർ ചെയ്തു. പിന്നെ ബാക്കിയുള്ള 3 ഗോൾ എന്ന് പറഞ്ഞാൽ 32ാമത്തെ മിനിറ്റിൽ നമ്മളെ ടെല്ലാമെൻസ്, അത് ഇന്നലെ റാഷ്ഫോർഡെല്ലാം എന്താ കളി, റാഷ്ഫോർഡിനെല്ലാം എന്ത് കണ്ടിട്ടാണ് യുണൈറ്റഡ് കൊടുത്തത്. ഇന്നലെ കളിച്ചതിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഗെയിം കൊണ്ട് ആസ്റ്റൺ വില്ല 2 ഗോൾ സ്കോർ ചെയ്തതും നമ്മളെ
ഇവൻ്റെ ഇതുണ്ടായിരുന്നു, റാഷ്ഫോർഡിൻ്റെ ടച്ച് ഉണ്ടായിരുന്നു. റാഷ്ഫോർഡ് ഒരു ബോൾ കിട്ടിയത് നമ്മളെ ഫസ്റ്റ് ഗോള് റാഷ്ഫോർഡ് ബോൾ കിട്ടിയത് മെക്കിന് കുറച്ച് കൊടുത്തു. മെക്കിന് മെല്ലന ഒരു ബോൾ ടില്ലമൻസ് കൊടുത്തു, ടില്ലമൻസ് സ്കോർ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഗോള് മെക്കിന് സ്കോർ ചെയ്തു ലെഫ്റ്റ് കൊണ്ട്. മെക്കിൻ എന്തൊരു പ്ലെയറാണ്, പക്ക പ്രോപ്പർ ഇംഗ്ലീഷ് ഫുട്ബോൾ. എനിക്കൊന്നും അയാൾ സ്കോട്ട്ലൻഡിൻ്റെ അയർലൻഡിൻ്റെ പ്ലെയറാണ്. എന്താ അയാൾ കാണിക്കുന്ന ഫിസിക്കൽ സ്ട്രെങ്ത് പോയോ ഒരു രക്ഷയില്ല. പിന്നെ വേറെ മൂന്നാമത്തെ ഗോള് എന്ന് പറഞ്ഞാൽ ഈ റാഷ്ഫോർഡിൻ്റെ ഇതിൽ ബോൾ എടുത്ത് വന്നു, കോർണറിൻ്റെ അവിടെ നിന്ന് ബോൾ എടുത്ത് വന്ന് ഇവർ സ്കോർ ചെയ്തു. അതായത് കോൺസ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ 4ാം നമ്പർ പ്ലെയർ സ്കോർ ചെയ്തു. അടിപൊളി ഗോളായിരുന്നു, നല്ല അടിപൊളി പ്ലേസിങ്. ബോൾ മറിച്ചെടുത്ത് നല്ല നൈസായിട്ടാണ് ആ കോൺസ പ്ലേസ് ചെയ്തത് ആ ഗോൾ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കളിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്ത്തായിപ്പോൾ, ഇത് കുറേ പറയാനുണ്ട്. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ മിസ്സായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവരുണ്ടല്ലോ ഈ ഗോളികൾ, വേൾഡ് ക്ലാസ് ഗോളികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ചിലപ്പം പറയുമോ ഈ 69, 75 കൂട്ടപ്പൊരിച്ചലിന് ഗോളികൾ സേവ് ചെയ്യും, ചിലപ്പോൾ ഡബിൾ സേവ്, ട്രിപ്പിൾ സേവ് അല്ല. പക്ഷെ അതല്ല, ഫിനിഷിങ്ങുകൾ സേവ് ചെയ്യണം, അതായത് ക്ലീൻ ഫിനിഷിങ്ങുകൾ. ഇന്നലെ ആ 2 ഗോൾ അടിച്ചതിന് ശേഷം മൂന്നാമതൊരു ചാൻസ് മെഗിനും ഇതെല്ലാം കൂടി ഒരു ഹെഡർ സേവ് ചെയ്തിരുന്നു ആ ഗോളി, ഡൊണ്ണറുമ്മ എന്ന് പറഞ്ഞൊരു ഗോളി. ഞാൻ ഇന്നലെ കളി കഴിഞ്ഞ് ഗൂഗിൾ റേറ്റ് നോക്കിയാൽ ഡൊണ്ണറുമ്മക്ക് 4.1 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇപ്പം ഇതിൽ 5 കൊടുക്കണം എന്നാണ്. ആ സേവ് എന്ന് പറഞ്ഞാൽ അത് ക്ലീനാണ്, അതായത് ലൂപ്പ് ചെയ്തിട്ടുള്ള ഹെഡറായിരുന്നു. ഇതേപോലെ അല്ല, ഞാൻ എത്രയോ കാലം കൂട്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സേവ് ഞാൻ കാണുന്നത്. ഇങ്ങനത്തെ സേവ് ഞാൻ മുമ്പ് കണ്ടത് 2006 വേൾഡ് കപ്പിൽ ബൂഫാണ് സിദാൻ്റെ ഒരു ഹെഡ് സേവ് ചെയ്തത്. ആ സേവ് ചെയ്ത് ഞാൻ തന്നെ ഫ്രാൻസിൻ്റെ പ്ലേയേഴ്സ് ഫുള്ള് വീക്കായിപ്പോയി ഇതിന് എങ്ങനെ അടിക്കണം എന്നുള്ള. അതായത് അത്ര അടിപൊളി സേവാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സേവിനെല്ലാം എപ്പോഴും ഒരു ഇതുണ്ട്, എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടൊരു സൈക്കോളജിക്കൽ റോളുണ്ട്. അതായത് എതിർ ടീമിൻ്റെ കോൺഫിഡൻസിനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു റാഷ്ഫോർഡിൻ്റെ ഒരു ഗോളും സേവ് ചെയ്തിരുന്നു. അതും നല്ല സേവാണ്. പക്ഷേ അത് ഈ സേവിൻ്റെ അടുത്ത് വെച്ച് ഈ സേവിലാണ് ശരിക്കും PSG കളിയിലേക്ക് ചെറിയ രീതിയിലാണെങ്കിൽ തിരിച്ചു വന്നത്. എന്നാലും റിസൾട്ട് 3-2 ആസ്റ്റൺ വില്ലക്കായിരുന്നു ജയിച്ചത്. എങ്കിലും കൂടുതൽ ഗോൾ അടിക്കാണ്ടായത് അങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം ത്രൂ ഔട്ട് നന്നായി കളിക്കുന്നുണ്ടായിരുന്നു PSG. പിന്നെ അവരെ എന്താ പറയുക, ഞാനെപ്പോഴും വിചാരിക്കും ഈ ടോട്ടൻഹാമെല്ലാം പ്രീമിയർ ലീഗിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്യുന്നതിന് പകരം ആസ്റ്റൺ വില്ലയും വെസ്റ്റ് ഹാമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷ്യത്തിൻ്റെ ന്യൂകാസിൽ എന്താ പറയുക, ഈ പ്രീമിയർ ലീഗ് ലവേഴ്സിനെ ഒരു ട്രീറ്റ് വാച്ച്. ഞാൻ ഇന്നലെ ഏകദേശം എനിക്ക് PSG ജയിക്കണം എന്നായിരുന്നു. എനിക്ക് പൊതുവെ ഫ്രഞ്ച് ഫ്രാൻസ് ടീമിനോടുള്ള ഒരു ഇഷ്ടം PSG ഉണ്ട്. എന്നാലും ഇന്നലെ ശരി പറഞ്ഞാൽ ഞാൻ ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് കളിയുണ്ടായത്. ഇങ്ങനെയുള്ള ഫുട്ബോൾ മാച്ചുകളെല്ലാം വേണം, 1 തിയേറ്ററിലല്ലാണ്ട്. അയ്യോ പക്ഷേ എന്തായാലും അടുത്ത റൗണ്ട് നമുക്ക് കാണാം. പിന്നെ ഇന്നലത്തെ കളി ജയിച്ച സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു PSG അടിക്കും, ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ. ഇതിനെക്കാട്ടി വലിയ ടഫ് മാച്ച് അവർക്ക് ഇനി വരാനില്ല. അപ്പം എല്ലാവർക്കും നമുക്ക് അടുത്ത റൗണ്ട് കാണാൻ. എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണെല്ലാം അമർത്തുക ചെയ്യുക.